ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ലിപ്പ് ആംഗിൾ, കോർണറിങ് ഫോഴ്സ്, അണ്ടർ സ്റ്റിയർ ആൻഡ് ഓവർ സ്റ്റിയർ. അപ്പോൾ സ്ലിപ്പ് ആംഗിൾ അതുപോലെ കൂടാതെ കോർണറിങ് ഫോഴ്സ്, അതുകൂടാതെ അണ്ടർ സ്റ്റിയർ എന്താണെന്ന്, അതേപോലെ ഓവർ സ്റ്റിയർ എന്താണെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ സ്ലിപ്പ് ആംഗിളിനെയും കോർണറിങ് ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആ വാഹനത്തിന് അഫക്റ്റ് ചെയ്യും. കാരണം ഏതൊരു വസ്തുവും ഒരു സർക്കുലർ മോഷനിൽ ചലിക്കുമ്പോൾ അതിൻ്റെ ആ സർക്കുലർ മോഷനിൽ പുറത്തേക്ക് ലഭിക്കുന്ന ഫോഴ്സിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നും അകത്തേക്കുള്ള ഫോഴ്സിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നും പറയും. അപ്പോൾ ഒരു വാഹനം വളവ് തിരിയുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വീലുകളുടെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് ഒരു സൈഡ് ഫോഴ്സ് പ്രവർത്തിക്കുന്നു. ഈ ബലം കാരണം വീലുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്നും ഒരു ചെറിയ കോണിൽ വ്യതിചലിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു കോണിനെയാണ് സ്ലിപ്പ് ആംഗിൾ, അതായത് സ്ലിപ്പ് ആവുമെന്ന് പറയാം, സ്ലിപ്പ് ആംഗിൾ എന്ന് പറയും, അല്ലെങ്കിൽ ക്രീപ്പ് ആംഗിൾ എന്നും പറയാറുണ്ട്. സ്ലിപ്പ് ആംഗിളിൻ്റെ വേറൊരു പേരാണ് ക്രീപ്പ് ആംഗിൾ. അത് ഒന്നാമത് ടയറിൻ്റെ വായുമർദ്ദം കുറഞ്ഞ് കൂടുതൽ മൃദുവാകും തോറും സ്ലിപ്പ് ആംഗിൾ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൂടാതെ നമ്മളുടെ ടയറിൻ്റെ ഗ്രിപ്പ് പോകുമ്പോഴും ഈ സ്ലിപ്പ് ആംഗിൾ കൂടിക്കൊണ്ടേയിരിക്കും. സ്ലിപ്പ് ആംഗിൾ ഉണ്ടാകാൻ റോഡിൽ നിന്നും ടയറിലേക്ക് ചെലുത്തപ്പെടുന്ന ബലത്തെ കോർണറിങ് ഫോഴ്സ് എന്ന് പറയും. സ്ലിപ്പ് ആംഗിൾ ഉണ്ടാകുവാൻ റോഡിൽ നിന്നും ടയറിലേക്ക് ചെലുത്തുന്ന ഫോഴ്സിനെയാണ് കോർണറിങ് ഫോഴ്സ് എന്ന് പറയുക. സൈഡ് ഫോഴ്സ്, ടയറിൻ്റെ വായുമർദ്ദം, വീലുകൾ വഹിക്കുന്ന ഭാരം തുടങ്ങിയ ഘടകങ്ങളാണ് സ്ലിപ്പ് ആംഗിളിനെ ബാധിക്കുന്നത്. അതായത് നമ്മുടെ ടയറിൻ്റെ സോഫ്റ്റ്നെസ്, അതായത് ടയറിൻ്റെ ഗ്രിപ്പ് പോയി കഴിഞ്ഞാൽ സ്ലിപ്പ് ആംഗിൾ കൂടും. സൈഡ് ഫോഴ്സ് കൂടിക്കഴിഞ്ഞാലും സ്ലിപ്പ് ആംഗിൾ കൂടും. വീലുകൾക്ക് ഭാരം കുറവാണെങ്കിലും സ്ലിപ്പ് ആംഗിൾ കൂടാൻ സാധ്യതയുണ്ട്, ഭാരം കൂടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതുകൂടാതെ ക്യാമറ ആംഗിളും സ്ലിപ്പ് ആംഗിളിനെ ബാധിക്കുന്നു. നല്ല ഒരു ശതമാനം ക്യാമറ ആംഗിൾ നമ്മളെ സ്ലിപ്പ് ആംഗിളിനെ ബാധിക്കുന്നുണ്ട്. കുറഞ്ഞ സ്പീഡിൽ ചെറിയ വളവുകളിലും സ്ലിപ്പ് ആംഗിൾ കുറവായിരിക്കും. അതായത് ഒരു ചെറിയ വളവ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു കുറഞ്ഞ സ്പീഡിലാണ് ഒരു വളവ് കളിക്കുന്നുണ്ടെങ്കിലും, അതുകൂടെ ചെറിയൊരു വളവാണ് നമ്മൾ വലിക്കുന്നുണ്ടെങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ സ്ലിപ്പ് ആംഗിൾ വളരെ കുറവായിരിക്കും. എന്നാൽ വേഗത കൂടുന്തോറും സ്ലിപ്പ് ആംഗിൾ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുകയാണ്. ഒരേ സ്ലിപ്പ് ആംഗിൾ പോസിറ്റീവ് ക്യാമ്പർ നൽകുവാൻ കോർണറിങ് ഫോഴ്സ് കൂടുകയും ചെയ്യും. ഒരേ സ്ലിപ്പ് ആംഗിളുള്ള ഒരു ഇതിലാണെങ്കിൽ പോസിറ്റീവ് ക്യാമ്പറാണ് നൽകുമ്പോൾ അത് കോർണറിങ് ഫോഴ്സ് കൂടാൻ കാരണമാകും. നെഗറ്റീവ് ക്യാമ്പർ നൽകുമ്പോൾ കോർണറിങ് ഫോഴ്സ് കുറയുകയും ചെയ്യും. ക്യാമ്പറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് കോർണറിങ് ഫോഴ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ ക്യാമ്പർ ഫോഴ്സ് എന്നറിയപ്പെടുന്നു. ഇവിടെ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ആ വാഹനത്തിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനാണ് നേരെ കാണിക്കുന്നത്. അത് ആ വാഹനത്തിൻ്റെ ഒറിജിനൽ ഡയറക്ഷനാണ്. ഒറിജിനൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വാഹനം മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. പക്ഷെ നമ്മളൊരു കോർണറിങ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വീലിനെ തിരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു സൈഡ് ത്രസ്റ്റ് അഫക്റ്റ് ചെയ്തത് മൂലമാണ് ആ ഒരു ഡയറക്ഷനിൽ ആ വാഹനം മൂവ് ചെയ്യുന്നത്. ഒറിജിനലായിട്ട് മൂവ് ചെയ്യേണ്ട ഡയറക്ഷൻ ഈ ടയറിൻ്റെ ഡയറക്ഷൻ ആയിരുന്നു. അപ്പോൾ അവ തമ്മിലുള്ള ആ ഒരു ആംഗിളിനെയാണ് സ്ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ കഴിയും. അടുത്തത് അണ്ടർ സ്റ്റിയർ ആൻഡ് ഓവർ സ്റ്റിയർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അണ്ടർ സ്റ്റിയർ നമുക്ക് കാണാം, ഓവർ സ്റ്റിയറും നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അണ്ടർ സ്റ്റിയർ മുൻ വീലുകളുടെ സ്ലിപ്പ് ആംഗിൾ പുറകു വീലുകളുടെ സ്ലിപ്പ് ആംഗിളിനെക്കാട്ടി കൂടുതലായി കഴിഞ്ഞാൽ ആ അവസരത്തിൽ വാഹനം സ്വാഭാവികമായും തിരയേണ്ടതിനേക്കാൾ കൂടുതൽ ടേണിംഗ് റേഡിയസിൽ തിരിയേണ്ടി വരും. ഇപ്പോൾ മുൻ വീലുകളുടെ സ്ലിപ്പ് ആംഗിൾ പുറകിലെ വീലുകളുടെ സ്ലിപ്പ് ആംഗിളിനേക്കാൾ കൂടുതലാവണമെന്ന് വിചാരിക്കാം. ആ സമയത്ത് വാഹനം നമുക്കൊരു വളവ് തിരിക്കുമ്പോൾ ആ വളവ് കൂടുതൽ റേഡിയസിൽ, അതായത് വളരെ കൂടിയ രീതിയിൽ നമുക്ക് ആ വാഹനത്തിനെ തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാരണത്താൽ സ്റ്റെയറിംഗ് വീൽ കൂടുതൽ തിരിച്ചാൽ മാത്രമേ ആ വാഹനം ശരിക്ക് നമുക്ക് വളവ് തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ അവസ്ഥയാണ് നമ്മൾ അണ്ടർ സ്റ്റിയർ, അതായത് സ്റ്റെയറിങ് കുറച്ച് മോശം എന്നുള്ള അവസ്ഥയിലുള്ള അവസ്ഥ, അതിനെയാണ് അണ്ടർ സ്റ്റിയർ എന്ന് വിളിക്കുന്നത്. അടുത്തത് നമ്മൾ ഓവർ സ്റ്റിയറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓവർ സ്റ്റിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുൻ വീലുകളുടെ സ്ലിപ്പ് ആംഗിൾ പുറകെ വീലുകളുടെ സ്ലിപ്പ് ആംഗിളിനേക്കാൾ കുറവാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നേരത്തെ കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്നതാണ് അണ്ടർ സ്റ്റിയർ. പക്ഷേ ഇവിടെ കുറവാകുമ്പോൾ, മുൻ വീലുകൾ
വീലുകളുടെ സ്ലിപ്പ് ആംഗിൾ പുറകത്തെ വീലുകളുടെ സ്ലിപ്പ് ആംഗിളിനേക്കാൾ കുറവാകുമ്പോൾ വാഹനം സ്വാഭാവികമായി തിരികേണ്ടതിനേക്കാളും കുറഞ്ഞ ടേണിംഗ് റേഡിയസിൽ തിരികേണ്ടി വരുന്നു. ഇതിനെ ഓവർ സ്റ്റിയറിങ്, അതായത് ഓവറായിട്ടുള്ള ഒരു സ്റ്റിയറിങ്, നമ്മൾ സാധാരണ വളയ്ക്കുന്നതിനെക്കാട്ടും കുറഞ്ഞ കർവിൽ വാഹനം വളയ്ക്കപ്പെടുന്നു. അപ്പോൾ അത് അതായത് വാഹനത്തിൻ്റെ പുറകുവശം കൂടുതൽ സ്റ്റിപ്പായി പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിന് ഓവർ സ്റ്റിയറിങ്, അതായത് ഓവറാണ്, സ്റ്റിയറിങ് ഓവറാണ് എന്ന് പറയും. അതുകൂടാതെ വാഹനം കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അണ്ടർ സ്റ്റിയർ അവസ്ഥയിലും വേഗത കൂടിയ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റിയറിങ്ങിലും അതായത് വേഗത കൂടുന്തോറും വാഹനം കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അണ്ടർ സ്റ്റിയർ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ വാഹനത്തിൻ്റെ വേഗത കൂടുന്തോറും ന്യൂട്രൽ സ്റ്റിയറിലും തുടർന്ന് ഓവർ സ്റ്റിയർ അവസ്ഥയിലേക്കും ചലിക്കത്ത രീതിയിലായിരിക്കും നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ സിസ്റ്റങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലിപ്പ് ആംഗിളും കോർണറിങ് ഫോഴ്സൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ക്യാമറ ആംഗിളൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ സാധാരണ ഒരു ഇൻഡിപെൻഡൻ്റ് പാത്താണ് ഈ ഇൻഡൻറ്റഡ് പാത്ത്. ആ പാത്ത് നിന്ന് തന്നെ കറക്റ്റ് വാഹനം വളഞ്ഞു പോകേണ്ട ഒരു സമയമാണ്. പക്ഷേ നമ്മൾ അണ്ടർ സ്റ്റിയറുള്ള വാഹനങ്ങൾ പോകുന്ന ഒരു ഡയറക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു വാഹനം വളഞ്ഞിരിക്കുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതൽ കർവ് എടുത്തിട്ടാണ് ആ വാഹനം തിരിയപ്പെടുന്നത്. ഓവർ സ്റ്റിയറുള്ള വാഹനത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് സാധാരണ വാഹനം വളയ്ക്കേണ്ട ഡയറക്ഷനെക്കാട്ടും കൂടുതൽ വളഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അണ്ടർ സ്റ്റിയർ അവസ്ഥ പറഞ്ഞാൽ കുറഞ്ഞ സ്പീഡിൽ പോകുമ്പോഴും ഓവർ സ്റ്റിയർ അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വേഗതയിൽ പോകുമ്പോഴാണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് അണ്ടർ സ്റ്റിയറിങ്ങിനെ കുറിച്ചിട്ടും ഓവർ സ്റ്റിയറിനെ കുറിച്ചിട്ടും പറയാനുള്ളത്.